നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ആരോഗ്യ മേഖലയെ നടുക്കുന്ന റിപ്പോർട്ടുകളാണ് ക്യാൻസർ വ്യാപനത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്ത് ക്യാൻസർ ബാധിതരുടെ എണ്ണത്തിലും രോഗം മൂലമുള്ള മരണനിരക്കിലും ഭയപ്പെടുത്തുന്ന വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ICMR പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അർബുദ കേസുകളുടെ എണ്ണം 2021-ൽ 14.26 ലക്ഷമായിരുന്നത് 2025-ൽ 15.7 ലക്ഷമായി ഉയർന്നു. ഓരോ വർഷവും ശരാശരി 28,000 പുതിയ അർബുദ കേസുകളാണ് വർദ്ധിച്ചത്. അർബുദം മൂലമുള്ള മരണങ്ങളുടെ എണ്ണവും ഭയപ്പെടുത്തുന്നതാണ്. 2021-ൽ 7,89,202 ആയിരുന്നു മരണസംഖ്യ. 2025-ൽ 8,68,588 വർദ്ധിച്ചു. അതായത് രോഗം സ്ഥിരീകരിക്കപ്പെടുന്നവരിലെ മരണനിരക്ക് പകുതിയിലധികമാണെന്നും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ക്യാൻസർ വ്യാപനത്തിൽ രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും ഉത്തർപ്രദേശാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഉത്തർപ്രദേശിൽ ഓരോ വർഷവും ശരാശരി 2.26 ലക്ഷം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ള ബീഹാറിൽ 1.18 ലക്ഷം കേസുകളും മൂന്നാമതുള്ള മഹാരാഷ്ട്രയിൽ 1.30 ലക്ഷം കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അർബുദ മരണങ്ങളുടെ വളർച്ചയിലും ഉത്തർപ്രദേശാണ് മുന്നിൽ. 11,000-ലധികം മരണങ്ങൾ ഉത്തർപ്രദേശിലെ ഇക്കാലയളവിൽ വർദ്ധിച്ചു. സ്ത്രീകളിലും പുരുഷന്മാരിലും ക്യാൻസർ ഒരുപോലെ ഭീഷണിയാകുന്നുണ്ടെങ്കിലും രോഗത്തിന്റെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഭാരതത്തിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്തനാർബുദമാണ്. ഓരോ വർഷവും ഏകദേശം 2 ലക്ഷത്തിലധികം പുതിയ സ്തനാർബുദ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിന് പിന്നാലെ ഗർഭാശയ ഗള ക്യാൻസറും സ്ത്രീകളുടെ ജീവൻ എടുക്കുന്നു. പുരുഷന്മാരിലാകട്ടെ വായിലെ ക്യാൻസറും ശ്വാസകോശ അർബുദവുമാണ് പ്രധാന വില്ലന്മാർ. പുകയില ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗം മൂലമാണ് പുരുഷന്മാരിലെ ക്യാൻസർ കേസുകളിൽ 50% സംഭവിക്കുന്നത്. ഇന്ത്യയിലെ ക്യാൻസർ മരണനിരക്ക് ഇത്രത്തോളം ഉയരാനുള്ള പ്രധാന കാരണം രോഗം വൈകി തിരിച്ചറിയുന്നു എന്നതാണ്. ഏകദേശം 60 മുതൽ 70% വരെയുള്ള കേസുകളും 3ാം ഘട്ടത്തിലോ 4ാം ഘട്ടത്തിലോ മാത്രമാണ് ആശുപത്രികളിൽ എത്തുന്നത്. ഇത് ചികിത്സയുടെ ഫലപ്രാപ്തി കുറയ്ക്കുകയും മരണനിരക്ക് ഉയർത്തുകയും ചെയ്യുന്നു. വായു മലിനീകരണം, മായം കലർന്ന ഭക്ഷണം, വ്യായാമമില്ലാത്ത ജീവിതശൈലി എന്നിവ രോഗവ്യാപനത്തിന് ആക്കം കൂട്ടുന്നു. വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ ക്യാൻസർ കേസുകളുടെ എണ്ണം ക്രമാതീതമായി ഉയരുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ക്യാൻസർ പ്രതിരോധത്തിനായി വ്യക്തിപരമായ ജാഗ്രത അത്യന്താപേക്ഷിതമാണ്. പുകയില, മദ്യം എന്നിവ പൂർണ്ണമായി ഒഴിവാക്കുക, കൃത്യമായ വ്യായാമം ശീലമാക്കുക, സംസ്കരിച്ച ഭക്ഷണങ്ങൾ കുറയ്ക്കുക എന്നിവ പ്രധാനമാണ്. കൂടാതെ 40 വയസ്സിന് മുകളിലുള്ളവർ കൃത്യമായ ഇടവേളകളിൽ ക്യാൻസർ സ്ക്രീനിംഗ് പരിശോധനകൾ നടത്തണം. ഗ്രാമീണ മേഖലകളിൽ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും കുറഞ്ഞ ചെലവിൽ പരിശോധനകൾ ലഭ്യമാക്കുകയും ചെയ്താൽ മാത്രമേ ഈ മരണസംഖ്യ കുറയ്ക്കാൻ സാധിക്കൂ. അശ്രദ്ധ കാണിച്ചാൽ വരും തലമുറ വലിയൊരു ആരോഗ്യ ദുരന്തത്തെയാകും അഭിമുഖീകരിക്കേണ്ടി വരിക.